ട്രിപ്പിൾ ഓം ശാന്തി. ഞാൻ ഈ പച്ച വെട്ടിയിട്ട മരത്തം ഇരുന്നിരുന്നിട്ടേ മുണ്ടിലാകെ കറയും. അപ്പോൾ ഇനിയിപ്പോൾ ഇനിയും ഇട്ടിട്ട് മുണ്ട് കടത്താൻ തോന്നില്ലെങ്കിൽ രാത്രി ഉപയോഗിക്കാൻ. എന്താന്ന് വെച്ചാല് നമ്മുടെ സത്യതയുടെ കാര്യം പറഞ്ഞു, മരം ഒരു വാരത്തിന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ഒരു ദിവസത്തെ കുറഞ്ഞ സമയം കൊണ്ടുള്ള ഇതാണ് കേട്ടോ. ഞാൻ എപ്പോഴൊക്കെയാണ് ഇത് എന്താ പറയുക അപ്ലോഡ് ചെയ്യാന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ 4 ദിവസമായിട്ട് കുറേശ്ശെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ 2-3 അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. എന്താന്നുള്ളത് നോക്കട്ടെ. ഇന്നില്ല, ഇന്നിപ്പോൾ ചെയ്യലുണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഈ രാജാക്കന്മാർ ദ്വാപരയുഗത്തിൽ ചെയ്ത തമ്മാടിത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രാമ അനുസരിച്ച്. കാരണം അത്രയും സമ്പത്തുണ്ടേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഡ്രാമയിൽ അന്നേരം വന്നിട്ട് ബാബ പറയുന്നുണ്ടോ നിങ്ങൾക്ക് കർമ്മത്തിന്റെ അതുപോലെ? അന്നേ ചെറിയ ചെറിയ ശിക്ഷകൾ അപ്പോഴേ ലഭിച്ചു തുടങ്ങും. അതാണ് ജന്മങ്ങൾ. ശിക്ഷകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. വലിയ വലിയ രാജാക്കന്മാർക്കും ജന്മങ്ങൾ മാറുമ്പോൾ എന്തുണ്ട്, ഗർഭജയില് അങ്ങനെ ലഭിച്ചു വരുന്നുണ്ട്. ദ്വാപരയുഗത്തിൽ എത്ര ജന്മം? 21 ജന്മം. കലിയുഗത്തിൽ 42 ജന്മം. ഈ 42, 21, 63 ജന്മം ഗർഭജയിലിൽ ഒറ്റയടിക്കല്ലല്ലോ. ഒരു ജന്മം കഴിയുന്നു, ഒരു ഗർഭജയിലിൽ പോകുന്നു, അടുത്ത ജന്മം കഴിയുന്നു, അടുത്ത ഗർഭജയിലിൽ പോകുന്നു, അടുത്ത ജന്മം കഴിയുന്നു, അടുത്ത ഗർഭജയിലിൽ പോകുന്നു. പക്ഷെ ചില സമയത്ത് നമ്മൾ ചെയ്തു വെച്ച പാപത്തിന്റെ കർമ്മത്തിന്റെ ഫലമായിട്ട് ഒരു ജന്മം കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വയസ്സ്, അപ്പോഴേക്കും അടുത്ത ഗർഭജയിലിൽ പോകേണ്ടി വരും. വീണ്ടും ചില ജന്മം 6 മാസം, അപ്പോഴേക്കും അടുത്ത ജന്മത്തിൽ പോകേണ്ടി വരും. വീണ്ടും ഒരു ജന്മം ചിലപ്പോൾ 5 മാസം, ചിലപ്പോൾ 1 മാസം, അപ്പൊ അടുത്ത ഗർഭജയിലും. അപ്പൊ ഇങ്ങനെ കണക്കൂട്ടണം. ഇത് വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ്. ചിലർക്ക് എന്തുണ്ട്, കുറച്ച് കൂടുതൽ ജന്മങ്ങള് നല്ല ജന്മമായിട്ട് പോവാം. ഇപ്പൊ എങ്ങനെ കണക്കൂട്ടിയാലും കലിയുഗത്തിലെ 42 ജന്മം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആയുസേ ഉള്ളൂ. പക്ഷെ ബ്രഹ്മബാബയുടെ ആയുസ് നോക്കുമ്പോൾ 90 വയസ്സ് വരെ. അതും കഴിഞ്ഞിട്ടിപ്പോ മുകളിൽ എത്ര വർഷമായി? അത്രയും വർഷമായിട്ട് സത്യപ്രകാശ രൂപത്തിൽ, ഫരിസ്താ രൂപത്തിൽ അങ്ങനെ പവർഫുൾ ആയിട്ടിരിക്കുകയാണ്. ആര്? ബ്രഹ്മബാബ. പിന്നെ മമ്മ സമ്പൂർണ്ണമായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും റീബർത്ത് എടുത്തു. എത്ര വർഷമായി? റീബർത്ത് എടുത്തിട്ട് എത്ര വർഷമായി? മമ്മയ്ക്ക് ഇനിയിപ്പോ സെക്കൻഡ് മതി എന്താവാൻ, ബാബയുടെ ആ ഒരു രീതിയിലേക്കുള്ള സമ്പൂർണത കിട്ടാൻ വേണ്ടി. ജ്ഞാനം കിട്ടുക, യോഗം ചെയ്യുക, സമ്പൂർണ്ണമാവുക. കുറച്ച് സമയം മതി. ബാക്കിയുള്ളവർ അഷ്ടരത്നങ്ങൾ അവർക്കും കുറച്ച് സമയം മതി. കാരണം എന്താ, അവർ ഓൾറെഡി ഈ ബാബയുടെ ഷഷ്ഠത്തെ സദോപ്രധാന സമയത്ത് തന്നെ അവരൊക്കെ ഏകദേശം അഷ്ടരത്നങ്ങളിലും 16,000 108 ആ രീതിയിലേക്ക് വേണ്ട സേവനം ചെയ്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയത്ത് ജന്മങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഗുപ്ത പുരുഷാർത്ഥം, അതിനു വേണ്ടിയിട്ട് അതിഗുപ്തമായിട്ടുള്ള രീതിയിൽ അവരെന്ത് ചെയ്തു, വീണ്ടും ബർത്തെടുത്തു. ആ ബർത്തെടുത്തവര് ഇപ്പോ എവിടെ, എങ്ങനെ, ഏതൊക്കെ രീതിയിൽ ഗുപ്തമായ സേവനം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് വളരെ ഗുപ്തമാണ്. ഇനി പെട്ടെന്ന് കോടിക്കണക്കിന് ആത്മാക്കൾ ശരീരം വെടിയും എടുക്കും. ഇതൊക്കെ നടക്കും. ഇതിന്റെ ഇടയിലുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റും, യോഗികൾക്ക് കാണാൻ പറ്റും, പക്കാ യോഗികൾക്ക് കാണാൻ പറ്റും. കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോവൊന്നുമില്ല. ഇത് കാണാൻ പറ്റാത്തവർക്കാണ് കൂടുതലും സംശയങ്ങൾ വരിക. അതെന്താ അങ്ങനെ, ഇതെന്താ എങ്ങനെ, നിന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആക്കിക്കൂടെ. എങ്ങനെയാണോ ഉള്ളത് ആ സാഹചര്യവുമായിട്ട് അനുകൂലിച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നവനാരോ അവൻ പവർഫുൾ യോഗി. ട്രിപ്പിൾ ഓം ശാന്തി.